ഹായ്, ഇന്ന് നമുക്ക് ഒരു സേമിയ കസ്റ്റാർഡ് ഉണ്ടാക്കി നോക്കിയാലോ. നമ്മുടെ സേമിയയും കസ്റ്റാർഡ് പൗഡറൊക്കെ വെച്ചിട്ട് നമ്മൾ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കുന്നില്ലേ, ഏകദേശം അതുപോലെ തന്നെ കേട്ടോ. ഭയങ്കര സിമ്പിളുമാണ്, പെട്ടെന്ന് ഉണ്ടാക്കി കഴിയുകയും ചെയ്യും കേട്ടോ. പിന്നെ നമ്മുടെ അടുത്തുള്ള കുറച്ച് ഫ്രൂട്ട്സ് ഐറ്റംസും കൂടെ ഇട്ടാൽ അടിപൊളിയായി. അപ്പോൾ ഞാനിതാ ഒരു 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഇനി ഇത് സ്റ്റൗ ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാനിതാ 3 ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാര കൂടുതൽ ഇട്ടാലേ നമ്മൾ ഇത് തണുപ്പിച്ച് കഴിക്കുമ്പോൾ മധുരം തിരിയുള്ളൂ കേട്ടോ. അപ്പോൾ മധുരം ഇഷ്ടമില്ലാത്തവർ അതിനനുസരിച്ച് യൂസ് ചെയ്താൽ മതി. ഇനി ഇതാ ഞാനിതിലേക്ക് റോസ്റ്റഡ് സേമിയാണ് ഇട്ടത്. ഇനി റോസ്റ്റഡ് അല്ലെങ്കിൽ നിങ്ങൾ നെയ്യിലൊന്ന് വറുത്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി 2 ടീസ്പൂണ് നെയ്യും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് കുക്കായി വരുമ്പോൾ നമുക്കിതാ 1.5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. അത് കുറച്ച് പാലിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി അതിൻ്റെ തരിയൊക്കെ പോയി കളഞ്ഞിട്ട് നന്നായി മിക്സ് ആയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് കസ്റ്റാർഡ് ഒന്ന് കുക്കായി വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഇളക്കി ഇങ്ങനെ കുക്കാക്കി എടുക്കുക കേട്ടോ. ഇനി അത് കുക്കായിട്ടുണ്ട്. ഞാനത് തണുത്തതിന് ശേഷം വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂർ, കുറഞ്ഞതൊരു 1.5 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ, അതൊന്ന് തണുത്ത് വരാനായിട്ട്. ആ സമയം കൊണ്ട് വീട്ടിലുണ്ടായിരുന്ന കുറച്ച് ഫ്രൂട്ട്സ് ഒന്ന് കട്ടാക്കി എടുക്കുന്നുണ്ട്. ഒരു നേന്ത്രപ്പഴം ചെറിയ പീസാക്കി കട്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ചെറി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ മുന്തിരി ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് കട്ടാക്കി എടുക്കുന്നുണ്ട്. പുളിപ്പുള്ള ഫ്രൂട്ട്സ് എടുക്കാണ്ടിരിക്കാൻ നോക്കുക കേട്ടോ, നല്ല മധുരമുള്ളത് തന്നെ എടുക്കാൻ നോക്കുക. ഇതിൽ നിങ്ങൾക്ക് ടൂട്ടി ഫ്രൂട്ടി, ഇനി മാംഗോ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇട്ട് കൊടുക്കാം. നമുക്ക് വീട്ടിലുള്ള എന്താണോ അതൊക്കെ യൂസ് ചെയ്തിട്ട് ഉള്ളതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചെറിയ ചെറിയ പീസായി കട്ടാക്കിയതിന് ശേഷം കുറച്ച് കസ്കസ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. 3 ഗ്ലാസ്സിലേക്കും കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലിലേക്ക് നമ്മുടെ സേമിയൻ്റെ മിക്സ് ഉണ്ടല്ലോ, തണുപ്പിച്ചത്, ഗ്ലാസിൻ്റെ പകുതിയായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ കട്ടാക്കി വെച്ച ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, അത് കുറേശ്ശെ 3 ഇട്ട് കൊടുക്കുക. അതിൻ്റെ ശേഷം നമുക്ക് നേരത്തെ ബാലൻസ് വന്ന കസ്കസിൻ്റെ കുറച്ചും കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് സെൻറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ലാസ്റ്റ് സേമിയയും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ട് ലാസ്റ്റ് ഫ്രൂട്ട്സും കൂടെ നിരത്തി കഴിഞ്ഞാൽ നമ്മുടെ സേമിയ കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്, ഇത് തണുപ്പിച്ച് കഴിക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായ നിങ്ങളെ ലൈക്കും കമൻറ്റും മറന്നു പോകരുത്. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ടൈം സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.